ഗസയുടെ 80% മേഖലയുടെയും നിയന്ത്രണം ഹമാസിന് നഷ്ടമായി. സംഘത്തിന്റെ ഒരു സൈനിക കേന്ദ്രവും അവിടെ ബാക്കിയില്ല. ബഹുഭൂരിഭാഗം നേതാക്കളും 95% പേരും കൊല്ലപ്പെട്ടു. ആയുധപ്പുരകളും റോക്കറ്റ് ലോഞ്ചറുകളും തുരങ്കങ്ങളും ഉൾപ്പെടെ 7500 ഹമാസ് കേന്ദ്രങ്ങൾ IDF നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ മാധ്യമങ്ങളെല്ലാം ഒരുപോലെ ആഘോഷിച്ച് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണിത്. ആ വാർത്ത പുറത്തു വന്ന് മണിക്കൂറുകൾക്കകം ഗസയിൽ നിന്ന് ഇസ്രായേലിനെ ഞെട്ടിപ്പിക്കുന്നൊരു റിപ്പോർട്ടും വന്നു. വടക്കൻ ഗസയിൽ ഹമാസിന്റെ മിന്നൽ ആക്രമണത്തിൽ 5 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുകയും 14 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തെന്നായിരുന്നു ആ വാർത്ത. ഗസയിലെ ബെയ്ത് ഹനൂനിലായിരുന്നു സംഭവം. ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി വൈറ്റ് ഹൗസിലെത്തിയ നിമിഷമാണ് ബെഞ്ചമിൻ നെതന്യാഹു ആ വാർത്ത അറിയുന്നത്. വൈറ്റ് ഹൗസ് ലോബിയിലിരുന്ന ഉദ്യോഗസ്ഥർ സംഭവത്തിന്റെ വിശദാംശങ്ങൾ വിവരിക്കുന്നതിന്റെയും നെതന്യാഹു അതെല്ലാം ഞെട്ടലോടെയും ക്ഷോഭത്തോടെയും കേട്ടിരിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. സത്യത്തിൽ എന്താണ് കഴിഞ്ഞ ദിവസം രാത്രി ബെയ്ത് ഹനൂനിൽ സംഭവിച്ചത്? ഹമാസിനെ ഉന്മൂലനം ചെയ്തെന്ന് ഇസ്രായേൽ നേതാക്കളും മാധ്യമങ്ങളും അടിക്കടി പറയുമ്പോഴും ഗസയിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ട വാർത്തകൾ എങ്ങനെ ദിവസവും നമുക്ക് മുന്നിലെത്തുന്നു? വിശദമായി പരിശോധിക്കാം. പ്രാദേശിക സമയം തിങ്കളാഴ്ച രാത്രി 10 മണിക്കായിരുന്നു ബെയ്ത് ഹനൂനിൽ ഹമാസിന്റെ രഹസ്യ ഓപ്പറേഷൻ നടന്നത്. മേഖലയിലൂടെ സൈനികരുമായി സഞ്ചരിച്ച ഇസ്രായേൽ കവചിത വാഹനങ്ങൾ ആക്രമിക്കുകയായിരുന്നു ഹമാസ് ഒളിപ്പോരാളികൾ. പാതയിൽ സ്ഥാപിച്ച സ്ഫോടക വസ്തു ഉഗ്ര ശബ്ദത്തിൽ പൊട്ടിത്തെറിച്ചു. സ്ഫോടനത്തിൽ കവചിത ടാങ്ക് ചിന്നിച്ചിതറി. ആക്രമണ വാർത്ത അറിഞ്ഞ് രക്ഷാപ്രവർത്തനത്തിന് എത്തിയ IDF സൈനികരെയും സംഘം വെറുതെ വിട്ടില്ല. അവർക്ക് നേരെ ഷെല്ലാക്രമണം നടത്തി. പിന്നാലെ എത്തിയ കൂടുതൽ IDF സംഘങ്ങൾക്ക് നേരെ വെടിവെപ്പും ഉണ്ടായതായും വിവരമുണ്ട്. സ്ഫോടക വസ്തുക്കൾ നിറച്ച റോബോട്ടിനെ ഹമാസ് സംഘം ടാങ്ക് വേധ മിസൈൽ ഉപയോഗിച്ച് തകർത്തതായി ഫലസ്തീൻ ക്രോണിക്കൽ റിപ്പോർട്ട് ചെയ്യുന്നു. വിവിധ ആക്രമണങ്ങളിലായി ചുരുങ്ങിയത് 5 സൈനികരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിൽ പലരുടെയും സ്ഥിതി ഗുരുതരമാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 6 പേർ കൊല്ലപ്പെട്ടതായും ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഒരു സൈനികനെ കാണാതാവുകയും ചെയ്തു. വടക്കൻ ഗസയോട് ചേർന്നുള്ള ഇസ്രായേൽ പ്രദേശമായ അഷ്കലോണിൽ ഉഗ്രസ്ഫോടനത്തിന്റെ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. പല സൈനികരുടെയും മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. നെറ്റ്സ യഹൂദ ബറ്റാലിയനിലെ കഫീർ ബ്രിഗേഡ്സ്, നോർത്തേൺ ബ്രിഗേഡ്സ് എന്നിവയുടെ ഭാഗമായ സൈനികരാണ് കൊല്ലപ്പെട്ടതെന്ന് IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. 20, 21, 28 ഒക്കെയാണ് കൊല്ലപ്പെട്ടവരുടെ പ്രായം. ഒരാൾ മുതിർന്ന സൈനികനാണെന്നും IDF അറിയിച്ചിട്ടുണ്ട്. ഫലസ്തീൻ വീടുകൾ തകർക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കപ്പെട്ട IDF എഞ്ചിനീയറിംഗ് യൂണിറ്റിൽപ്പെട്ട സംഘമാണ് ആക്രമിക്കപ്പെട്ടതെന്ന് അൽ ജസീറ റിപ്പോർട്ടിൽ പറയുന്നു. ഏതായാലും സംഭവം ഇസ്രായേലിൽ വലിയ ഞെട്ടലായി മാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നെതന്യാഹുവും പ്രസിഡന്റ് ഇസാഖ് ഹെർസോഗും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗൂറും ഉൾപ്പെടെയുള്ള നേതാക്കൾ നടുക്കം രേഖപ്പെടുത്തി. പ്രതിപക്ഷ നേതാക്കൾ ഭരണകൂടത്തിനെതിരെ വിമർശനവുമായും രംഗത്തെത്തിയിട്ടുണ്ട്. സൈനികരുടെ ദാരുണമായ അന്ത്യത്തിൽ ഇസ്രായേൽ ജനത ഒന്നാകെ ദുഃഖത്താൽ തല താഴ്ത്തുകയാണെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം. ഹൃദയഭേദകമായ ഉൾക്കൊള്ളാനാകാത്ത വാർത്തയാണ് ഗസയിൽ നിന്ന് വരുന്നതെന്ന് ഹെർസോഗും പ്രതികരിച്ചു. സംഭവത്തിൽ നിന്ന് പാഠം പഠിച്ച് സൈനികരെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന ആവശ്യവും ഇസ്രായേൽ പ്രസിഡന്റ് ഉയർത്തിയിട്ടുണ്ട്. ജൂൺ മുതൽ ഗസയിൽ നിന്ന് വലിയ തിരിച്ചടിയാണ് ഇസ്രായേൽ നേരിടുന്നത്. 5 ആഴ്ചകൾക്കിടെ 20 IDF സൈനികരാണ് മുൻപിൽ കൊല്ലപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റവർ അതിലേറെയും വരും. ഏറ്റവും ഒടുവിൽ 2 ആഴ്ച മുൻപ് ഖാൻ യൂനിസിൽ നടന്ന വൻ ഹമാസ് ഓപ്പറേഷനിൽ 4 സൈനികർ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു.